സദ്യയിലെ പ്രധാനികളായ അച്ചാറുകളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പച്ചടിയും കിച്ചടിയും ഒക്കെ റെഡിയായി. ഇനി നമുക്കൊരു തോരനായാലോ? ഒരു സദ്യ സ്റ്റൈൽ ക്യാബേജ് തോരൻ. നല്ല തേങ്ങയൊക്കെ ഇട്ട ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട ആ ക്യാബേജ് തോരൻ. നമുക്കപ്പോൾ റെസിപ്പി നോക്കിയാലോ? കഴുകി വൃത്തിയാക്കിയ ക്യാബേജ് നല്ല കുഞ്ഞിതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കൊത്തി അരിയാണ് ചെയ്യുന്നത്. കട്ടിംഗ് ബോർഡ് യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. നല്ല കുഞ്ഞായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞായി കൊത്തി അരിയാൻ പറ്റും. ക്യാബേജിനൊപ്പം ഒരു വലിയ സവാളയും കുറച്ച് പച്ചമുളകും. പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, പിന്നെ നല്ല ഉഴുന്നുപരിപ്പ്, അതിനൊപ്പം കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കടുക് ഉഴുന്നും വഴറ്റുന്നത് മിക്സായിട്ടോ. അപ്പോൾ സവാളയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് അതിനെ കൂടെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജിനെ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ക്യാബേജും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു വാഴയിലിട്ടാണ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ക്യാബേജ് തോരനിലേക്കുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരപ്പിനായിട്ട് ഒരു ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് തേങ്ങ അരച്ചെടുക്കണ്ട, ആ ഒരു തരിതരിയായിട്ട് തന്നെ തേങ്ങ നമുക്ക് വേണം. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. മിക്സിയില്ലെങ്കിൽ ഒരു കല്ലിൽ ചതച്ചെടുത്താലും മതിയാകും. നമ്മുടെ ക്യാബേജ് ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ കുക്കായി ആ കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി എരിക്ക് വേണ്ടി ഒരല്പം മുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ ക്യാബേജൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പിട്ട് നല്ലതുപോലെ ഇളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴട്ടി കൊടുക്കാം. തേങ്ങയരപ്പും നല്ല വെന്ത ക്യാബേജും പിന്നെ നമുക്കതിൽ ഉഴുന്നുപരിപ്പും എല്ലാം നല്ലതുപോലെ കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഓണം സ്പെഷ്യൽ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് നല്ല ചൂടോടുകൂടി കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസിയാണ്. പിന്നെ ഉഴുന്നുപരിപ്പോ ഇല്ലെങ്കിൽ കടലപ്പരിപ്പോ ഒക്കെ ഇട്ടാൽ നമുക്ക് ക്യാബേജിൻ്റെ ഇടയിൽ നല്ലതുപോലെ ഇത് കടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും നമ്മുടെ തോരന്. എല്ലാവരും ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സദ്യയിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് ഏതാണെന്ന് കൂടി പറയുക. അടുത്ത എപ്പിസോഡുമായി ഉടനെ തന്നെ വരാം. അതുവരെ ബൈ.